എന്റെ ഭാര്യയെ സംശയമില്ലാത്തതുകൊണ്ട് ഗണേഷ് എന്റെ മകനാണ് എന്ന് വിശ്വസിക്കുന്നു. ആർ ബാലകൃഷ്ണപിള്ളയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് കത്തി ജ്വലിക്കുന്ന തുടുതുടുത്ത ഒരു മാങ്കൂട്ടത്തിലിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഊരും പേരുമില്ലാത്ത എവിടെ നിന്നോ വന്ന ഒരു മെയിലിന്റെ പേരിൽ പാതിരാത്രി എന്നെ വന്ന് അറസ്റ്റ് ചെയ്ത പോലീസ് എവിടെ? ചോദ്യങ്ങളുടെ പെരുമ്പറ മുഴക്കിക്കൊണ്ട് മാങ്കൂട്ടം മാധ്യമപ്പടയ്ക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ ഒന്നും പറയാനില്ല മുഖ്യനും കൂട്ടർക്കും. അവിടെ പക്ഷേ ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാങ്കൂട്ടം MLA ബോർഡും തൂക്കിയ കാർ എടുത്ത് പാലക്കാട്ടേക്ക് ഇറങ്ങിയത്. ആ വീഡിയോ ഒന്ന് കാണാം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് ഗണേഷ് കുമാറിന്റെ വിഷയം വന്നതിൽ പിന്നെ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ശ്രീ ഗണേഷ് കുമാർ എന്നെ പറ്റി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് യോഗ്യതയുള്ളതെന്ന്. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം ശ്രീ KB ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞൊരു ആരോപണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ KB ഗണേഷ് കുമാർ എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്ര അഗ്രസീവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം IVF സെന്ററുകളുടെ കാര്യം പറഞ്ഞു. IVF സെന്ററുകൾ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് പത്തനാപുരത്താണ് എന്ന് ചില അനുഭവസ്ഥർ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പൊ അതൊന്നുമല്ലല്ലോ വിഷയം. എത്ര ഗൗരവതരമായ വിഷയമാണ്. ശ്രീ KB ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മറ്റാരെയും പോലെയല്ല. സാധാരണ ഒരാളെ 3 പേരെ അടിക്കുക, ആ 3 പേരടിച്ചതിന്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ശ്രീ KB ഗണേഷ് കുമാറിന്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ KB ഗണേഷ് കുമാർ, അല്ലേ? സാധാരണ 3 അടി ഉണ്ടാകാറുണ്ട്. ഇത് ഒറ്റ അടിക്ക് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ്. ആ അടിയുടെ പാടിന് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ് ശ്രീ KB ഗണേഷ് കുമാർ. ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ KB ഗണേഷ് കുമാർ മനസ്സിലാക്കുക നന്നായിരിക്കും. ഇനി ഗൗരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത, ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താൽപര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൌസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമറഞ്ഞിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിനകത്ത് വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനകത്ത് ആ ആരോപണങ്ങളുടെ കേസ് അന്വേഷിക്കുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ജനങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ ഇവരെന്താ മറുപടി പറയാൻ പോകുന്നത്? ശ്രീ KB ഗണേഷ് കുമാറിനെ പോലെ നിരന്തരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സീരിയസ് ആയിട്ട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ, അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് മാധ്യമങ്ങളോട് ഉന്നയിക്കുകയല്ല. അവര് ഈ സംസ്ഥാനത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തന്നെ എല്ലാ സ്ത്രീകൾക്കും വിശ്വാസത്തോടുകൂടി പരാതി പറയുവാൻ കഴിയുന്ന കൺട്രോൾ റൂം നമ്പർ, അല്ലെ, 112ലേക്ക് അവർ വിളിക്കുന്നു. ആ വിളിക്ക് എന്ത് പരിഹാരമുണ്ടായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം. 2, അതിനെ തുടർന്ന് SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ട് എന്ത് മറുപടി ഉണ്ടായി, എന്ത് തീരുമാനമുണ്ടായി എന്ന് SP പറയണം. ഇന്ന് ശ്രീ KB ഗണേഷ് കുമാറിന്റെ ജീവിത പങ്കാളിയായ അതിജീവിത ഗാർഹിക പീഡനങ്ങൾ നിരവധി തവണ ഏറ്റുവാങ്ങേണ്ടി വന്ന അതിജീവിത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എന്താണ് അവര് പറഞ്ഞത്? അവരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി. എങ്ങനെയാ കഴിയുന്നത്? നിങ്ങൾ വിചാരിച്ച ഫോൺ ചോർത്താൻ കഴിയുമോ? എത്ര ഗൗരവമുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ അധികാരത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ദുർവിനിയോഗം അല്ലേ നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഫോൺ ചോർത്തുവാൻ, ആ ഫോണിലേക്ക് വരുന്ന കോളുകളുടെ ടെക്സ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് അറിയാനുള്ള സംവിധാനം എന്താ? അങ്ങനെയാണോ എല്ലാ മന്ത്രിമാരും പ്രവർത്തിക്കുന്നത്? അറിയാൻ കേരളീയ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഇനി മറ്റൊരു ഗൗരവതരമായ വിഷയം അവർ തന്നെ പറയുന്നുണ്ട്, ഈ അതിജീവിത തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ അവർ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയത്തിനകത്ത് പരാതി പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് എന്ത് നടപടിയാണ് ആ വിഷയത്തിനകത്ത് ഉണ്ടായത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പറയണം, പോലീസ് സംവിധാനം പറയണം. ഇനി ശ്രീ KB ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം, അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങൾ ഉണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മുടെ വിഷയമല്ല. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള
ഒരു മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. അതെല്ലാം പോകട്ടെ, അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവിടെയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ശ്രീ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രണയത്തൊക്കെ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നുമല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞാൻ പ്രണയമാണെന്ന് പറയുമ്പോഴും അന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി എത്ര പ്രണയമാണെന്ന് പറഞ്ഞാലും അത് അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു നിയമവിരുദ്ധ പ്രവൃത്തി അന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഒന്ന്, അന്നത്തെ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ അദ്ദേഹം ഇനി എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ ഒരു നിയമത്തിന്റെയും പരിരക്ഷ ലഭിക്കാത്ത ഒരു ഗുരുതരമായ ക്രൈം ശ്രീ കെ ബി ഗണേഷ് കുമാർ നടത്തിയിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, അദ്ദേഹം ചൂഷണം ചെയ്ത മനുഷ്യന്മാരിൽ നമ്മളെല്ലാവരും വളരെ വിശ്വാസത്തോടുകൂടി കാണുന്ന ഏതെങ്കിലും ഒരു ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? ചോദ്യം നമ്പർ 2. നമ്മളെല്ലാവരും വിശ്വാസത്തോടുകൂടി കാണുന്ന ഏതെങ്കിലും ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? 2. ഇനിയും അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്ന, ഇതൊന്നും പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ, പബ്ലിക് ഡൊമൈനിൽ എത്തിയ ഒരു വിഷയമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തു. അപ്പോ അത് അട്രോസിറ്റി അഗൈൻസ്റ്റ് വിമൻ അല്ലേ? ഈ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലാതെ വെമ്പൽ കൊള്ളുന്ന ഒരു സർക്കാർ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു, ഒരു അതിജീവിതയെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ്. അതിജീവിതകളെ പിന്നെയും ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് ഒരു അതിജീവിതയെ വെച്ചിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മൃഗീയമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പരസ്യം നമ്മൾ കണ്ടു. അങ്ങനെ ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടികൾ സ്വീകരിച്ചു? ഇത്രയും കാര്യങ്ങൾക്ക് ശ്രീ കെ ബി ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബാക്കി പറയാം. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് ഇതുവരെ പരാതിയായിട്ട് ഇതിൽ വന്നിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും ഒരു ധാർമ്മികത. താങ്കൾ സമാനമായ അല്ലെങ്കിൽ ഗുരുതര ആരോപണം നേരിടുന്ന ആളാണ്. താങ്കൾ അല്ല, ശ്രീ കെ ബി ഗണേഷ് കുമാർ, ഇത് ന്യായീകരണം തന്നെയാണ്. ശ്രീ കെ ബി ഗണേഷ് കുമാർ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നോ? എപ്പോ ചോദിച്ചു? ആ ചോദ്യം ഒന്ന് കാണിക്കട്ടെ. ഈ വിഷയത്തെ പറ്റി പറയാം. ആ വിഷയം താങ്കൾ ഒത്തിരി ചർച്ച ചെയ്താണല്ലോ. താങ്കൾ ചർച്ച ചെയ്തു. താങ്കളെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ളത്. പരാതിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഞാൻ പോലീസിൽ പരാതിപ്പെടാനോ നിയമ നടപടികൾക്കോ തയ്യാറല്ലാന്നോ. അപ്പൊ ഒരു പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റുകളുടെ പേരിൽ SIT രൂപീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ ഉണ്ടല്ലോ. അവര് പരാതി കിട്ടുന്നതിന് മുമ്പ്, സഹോദര, അങ്ങയുടെ ധാർമ്മിക രോഷം വല്ലാതെ വേണ്ട, വല്ലാതെ വേണ്ട. ഞാൻ എന്റെ മാധ്യമ സമ്മേളനം നടത്തില്ല. അല്ല, എന്റെ മറുപടി പറയട്ടെ. അത് അല്ല, ഞാൻ മറുപടി പറയണ്ടേ. നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ. ഞാൻ പറയുന്ന മറുപടി, SIT 2 ദിവസമായിട്ട് ഈ വാർത്ത വന്നിട്ട് വാർത്ത പോലും കൊടുക്കാത്ത SIT ഞാൻ താങ്കളോടാ പറയുന്നത്. SIT അതായത് ഒരു മെയിലിൽ പരാതി വന്നാൽ ആ മെയിലിന്റെ ഒതന്റിസിറ്റി പോലും നോക്കാതെ, പ്രാഥമിക അന്വേഷണം നടത്താതെ പരാതി സ്വീകരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. SIT ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ ചോദിക്കുന്ന, ഒരു സ്ത്രീ 112ലേക്ക് വെറുതെ വിളിക്കുകയാണോ? പരാതി ഇല്ലാതെ വിളിക്കുകയാണോ? അങ്ങനെയാണോ 112ലേക്ക് വിളിക്കുക? എന്തിനാ 112 വിളിക്കുന്നത്? എന്തിനാ ഒരു സ്ത്രീ 112 വിളിക്കുന്നത്? നിങ്ങൾ അതിനെ അങ്ങ് വെള്ളം ചേർക്കാതെ 112ലേക്ക് ഒരു സ്ത്രീ വിളിക്കുന്നത് എന്തിനാണ് അവർ SP യെ വിളിക്കുന്നത്? എന്തിനാണ് അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് ഈ പരാതി പറയുന്നത്? പിന്നീട് പരാതികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന അധികാരത്തിന്റെ സ്വാധീനത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ഇത്തരത്തിൽ ഒരു പരാതിയും ഇല്ല എങ്കിൽ പോലും അദ്ദേഹം ഈ രാജ്യത്തെ ഒരു നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കാത്ത ഒരു ഒഫൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. എന്താണ്? നമ്മൾ വിശ്വസിക്കുന്ന ചില ബിംബങ്ങളിൽ ഒരു ബിംബം അദ്ദേഹം ചൂഷണം ചെയ്ത ആളുകളുടെ പട്ടികയിലുണ്ടോ? അദ്ദേഹം പറയട്ടെ. അത് പറഞ്ഞോളൂ. അദ്ദേഹം പറയട്ടെ. ബാക്കി അദ്ദേഹം പറയട്ടെ. എല്ലാം ഞാൻ തന്നെ പറഞ്ഞാലോ. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഈ പൊതുസമൂഹത്തിന് നൽകുന്ന സമയം? അല്ല, ഇത് അന്ന് ആദ്യ ആരോപണം ഉന്നയിച്ചപ്പോൾ ഗണേഷ് കുമാറിനോട് ചോദിച്ചായിരുന്നു ഈ ചോദ്യം ഉണ്ടാവില്ല. എന്തോ അല്ല, ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ വിഷയത്തിനകത്ത് കുറച്ചുകൂടെ വലിയ കുഴപ്പമുണ്ട്. എന്താണ്? അതായത് ഞാൻ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA ആണ്. എനിക്കെതിരെ ഏത് അന്വേഷണവും നടത്താം. ആ അന്വേഷണം ഈ സർക്കാർ നടത്തുന്നുണ്ട്.
ആ സർക്കാരുകൾ അതിന്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. വരും ദിവസങ്ങൾ എന്റെ പൊന്നു സഹോദര, നിങ്ങളെങ്ങനെ ആരോപണത്തിന്റെ ഗൗരവം അങ്ങ് നിശ്ചയിക്കാതെ അങ്ങാണോ തീവ്രത നിശ്ചയിക്കുന്ന ആള്? അങ്ങാണോ തീവ്രത നിശ്ചയിക്കുന്ന ആള്? അങ്ങാണോ തീവ്രത നിശ്ചയിക്കുന്ന അങ്ങനല്ലോ? തീവ്രത നിശ്ചയിക്കുന്ന അങ്ങനല്ലോ? ശരി, ശരി. ശ്രീ KB ഗണേഷ് കുമാറിനെതിരെ 112ലേക്ക് വിളിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറഞ്ഞ പരാതിയുണ്ട്. ആ പരാതി അതിനുശേഷം എങ്ങനെയാണ് പരാതി ഒതുങ്ങിപ്പോകുന്നത് എന്ന് അന്വേഷിക്കണം. അവിടെയാണ് ഗൗരവം. എന്താണ് പറയുന്നത്? അതായത് ശ്രീ KB ഗണേഷ് കുമാർ ആരാണ്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സഹപ്രവർത്തനായിട്ടുള്ള മന്ത്രി. എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനവും അന്വേഷണ സംഘത്തിൽ ഉണ്ടാകുന്നില്ല എന്ന്? ഒരു സ്ത്രീ 112 വിളിച്ച് പരാതി പറഞ്ഞല്ലോ, ആ പരാതിന്മേൽ ആക്ഷൻ ഉണ്ടായിരുന്നപ്പോ? 112 വിളിച്ച് പരാതി പറഞ്ഞപ്പോ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് പരാതി ഉണ്ടല്ലോ. പരാതി ഉണ്ടാകുമ്പോഴാണല്ലോ ആ നമ്പറിൽ വിളിക്കുന്നത്. ആ പരാതി ഉണ്ട്. ഞാൻ പറയട്ടെ, ബാക്കി എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് എല്ലാം അങ്ങ് അവസാനിക്കുന്നില്ലല്ലോ. വരും ദിവസങ്ങൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ബാക്കിയുള്ള ദിവസങ്ങൾ കൂടുതൽ പറയാം. സ്ത്രീ പീഡനം നടന്നിട്ടുണ്ട് എങ്കിൽ അവർ പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ അവർക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് അവർ വിലയിരുത്തേണ്ടതാണ്. ഇനി താങ്കൾ എന്നിലേക്കാണ് ഈ വിഷയം വരുമ്പോഴും എത്തിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് കോടതിയുടെ പരിഗണനയിലുണ്ട്. ബാക്കി കാര്യങ്ങളല്ല. അങ്ങ് കോടതിയുടെ ഓർഡറുകളൊക്കെ വായിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ആ കോടതിയുടെ ഓർഡറുകൾ ബാക്കി കാര്യങ്ങളുണ്ട്. അത് കേസ് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന കേസാണല്ലോ. ശ്രീ KB ഗണേഷ് കുമാറിന്റെ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന കേസല്ലല്ലോ. ആദ്യം അദ്ദേഹം ഞാൻ പറഞ്ഞ എത്രയും കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ആ മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി പറയാം. ഓക്കെ, താങ്ക് യു.